ഉമ്മൻചാണ്ടിയുടെ മരണാനന്തരം സജീവ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച ചാണ്ടിയുമ്മനെ ഇതുപോലെ പൊട്ടിത്തെറിച്ച് ആരും ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും മിതത്വത്തോടെ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ചാണ്ടിയുമ്മന്റേത്. പക്ഷേ ഇന്നലെ ചാണ്ടി പ്രതികരിച്ച രീതി കേരളം തന്നെ കത്തിക്കുന്നതായിരുന്നു. രാത്രിക്ക് രാത്രി പോലീസ് ചാണ്ടിയുമ്മനെ വളഞ്ഞിട്ട് പിടിച്ച് സ്വന്തം പേഴ്സണൽ സ്റ്റാഫിനെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിട്ടപ്പോൾ ഒന്നും നോക്കിയില്ല. MLA വണ്ടിക്ക് പോലും കാത്തു നിൽക്കാതെ ചാണ്ടി അതിവേഗം നടന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. പന്തം കൊളുത്തിയുള്ള ആ പോക്ക് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായതുമാണ്. ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് ഏറെ രോഷാകുലനായ ചാണ്ടിയുമ്മനെയാണ്. ഇന്നലെ കെട്ടിടം വീണപ്പോൾ ആദ്യം ഓടിയെത്തിയതും പുതുപ്പള്ളിക്കാരനായ MLA ചാണ്ടിയുമ്മൻ മാത്രമാണ്. ഈ സമയത്ത് കെട്ടിടത്തിനടിയിൽ ആരുമില്ല എന്ന് കരുതി ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാനായിട്ട് മന്ത്രിതലത്തിൽ നിന്നും നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രോഗികളെയും നിർബന്ധിത ഡിസ്ചാർജിന് വിധേയമാക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ. എന്നാൽ കൃത്യസമയത്ത് ചാണ്ടിയുമ്മന്റെ ഇടപെടൽ ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു രോഗിയെ പോലും ഇവിടെ നിന്ന് നിർബന്ധിത ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന ചാണ്ടിയുമ്മന്റെ കടുത്ത നിലപാടിന് മുന്നിൽ എല്ലാ മേലാളന്മാരും പെട്ടുപോകുകയായിരുന്നു. ഒടുക്കം ആശുപത്രി ഭിത്തിയിൽ ചാണ്ടിയുമ്മൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൻ പറഞ്ഞു, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഒന്ന് കാണണമെന്ന്. തിരുവഞ്ചൂരിനെയും കൂട്ടിക്കൊണ്ടാണ് ചാണ്ടി വ്യത്യസ്തമായ രീതിയിൽ പച്ചിലകൾ കൊണ്ട് ഭിത്തിയിൽ എഴുതിയത്. ഇവിടെ ഉത്തരം മുട്ടി വിറങ്ങലിച്ച് ഒടുക്കം ദേഹാസ്വാസ്ഥ്യവും വന്ന് മന്ത്രി വീണ ജോർജും ആശുപത്രി കിടക്കയിലേക്ക് പോയപ്പോൾ മുഖ്യമന്ത്രി കോട്ടയത്തേക്ക് പറന്നെത്തി. ഇന്നിപ്പോൾ 50,000 രൂപ ഞങ്ങൾ ധനസഹായം നൽകി എന്ന് മാധ്യമപ്പടയെ വിളിച്ചുകൂട്ടി മന്ത്രി വാസവൻ പറയുമ്പോഴേക്കും ഉമ്മൻചാണ്ടി ട്രസ്റ്റിൽ നിന്നും മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി തിരിച്ചു വരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ എന്നാൽ കേരളം ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമത് എന്ന് വീമ്പ് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചയ്ക്ക് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്. ഇന്ന് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്കാണ് തയ്യാറെടുക്കുന്നത്. നേരത്തെയും മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു. അന്നു തൊട്ടേ അത് വലിയ വിവാദമായതാണ്. പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ വലിയ അനാസ്ഥ കൊണ്ട് ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വീണ്ടും മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി തന്റെ തടി രക്ഷിച്ചെടുക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് കേരളം കാണുക തന്നെ ചെയ്യും. പക്ഷേ ഒരു നിമിഷമെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിട്ടേ മുഖ്യൻ വിമാനം കയറൂ എന്ന ചാണ്ടിയുമ്മന്റെ നീക്കം ഫലം കണ്ടു. മുഖ്യൻ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. എന്നാൽ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി യാതൊന്നും പ്രതികരിച്ചിരുന്നില്ല. എല്ലാം മന്ത്രിമാർ പറയുമെന്ന് മാത്രമായിരുന്നു പ്രതികരണം. അതേസമയം തുടർ ചികിത്സയുടെ ഭാഗമായി മുഖ്യമന്ത്രി പോകുന്നതാണെന്നാണ് വിവരം. പുലർച്ചെയാണ് മുഖ്യമന്ത്രിയുടെ ഫ്ലൈറ്റ്. നേരത്തെ മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നു. അതിന്റെ തുടർ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ അമ്മ മരിച്ച സംഭവത്തിൽ വ്യാപകമായി പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതും ശ്രദ്ധേയമാണ്.